വെൽക്കം എവരി വൺ. ഇന്ന് പരിചയപ്പെടുത്തുന്ന ടൊമാറ്റോ അച്ചാറാണ്. 1.5 കിലോ ടൊമാറ്റോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 100 ഗ്രാം പുളിയും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ടൊമാറ്റോ എല്ലാം അരിഞ്ഞ് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ടൊമാറ്റോ ഏകദേശം വേവാകുമ്പോഴത്തേക്കിനും പുളിയും കൂടെ ഇട്ട് രണ്ടും കൂടെ വെള്ളം പറ്റുന്നിടം വരെ നല്ലവണ്ണം ഇളക്കി വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് വിടുക. ഇത് വെള്ളം പറ്റുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കല്ല്. ഈ വെള്ളം പറ്റി വരുമ്പോഴത്തേക്കിനും ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 100 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം വഴറ്റാം. ഒരു 10 വറ്റൽമുളകും നമുക്കതിൽ ആഡ് ചെയ്യാം. ശരിക്കും നമുക്കിത് വഴറ്റാം. ആ ഇഞ്ചി വെളുത്തുള്ളി വഴണ്ട് വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടുക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പുളിയോടെ പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ ഇച്ചിരി മിസ്സായിപ്പോയി. മസാല ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പം വേണ്ട, ഞാനിപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിനകത്തിപ്പോൾ എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയായിട്ട് തന്നെ പച്ചയ്ക്ക് തന്നെ ടൊമാറ്റോ നമുക്ക് അച്ചാറിടാം. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിലത്ത് ഉണക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നല്ലവണ്ണം അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ നാളുകളിരിക്കും. നമുക്കിതിനകത്ത് വിനാഗിരി ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. അതുകൂടാതെ എണ്ണ ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട്. പിന്നെ അച്ചാറിന് സാധാരണ എണ്ണ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്ട് അച്ചാർ കേടാകത്തില്ല. ആവശ്യത്തിന് ഉപ്പുമുണ്ട്. അപ്പോൾ ഇപ്പോൾ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മസാല ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയതാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. ഗുഡ് ബൈ.